വെള്ളം ഇപ്പോഴും തിളം കെട്ടി നിൽക്കുന്നുണ്ടല്ലേ, കണ്ടോ? നാശനഷ്ടങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ MLA വന്നിരുന്നില്ല ഇന്ന് രാവിലെ, എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ഒരു അധികാരപ്പെട്ട ആരും തന്നെ വന്നിട്ടില്ല. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കൗണ്ടർ ഗ്ലാസും മിഷനറീസും ഒത്തിരി ബാലൻസ് 10,000-40,000 രൂപ വില വരുന്ന ബാലൻസ്. അതെ അതെ അതെ. ആ, ഈ ഗ്ലാസ് മൊത്തം ഇളകി കിടക്കും അല്ലേ? ഓ, അത് ശരി. ജുവലേഴ്സാണ് ഇത്. അതുകൊണ്ട് ഇപ്പോഴും വെള്ളം തടം കെട്ടി നിൽക്കുകയാണ്. അതവർ മാക്സിമം കണ്ടില്ലേ, ദേവിക്ക് പറ്റിക്കാനാണ് നോക്കുന്നത്. നമ്മൾ 2018 ഒരു അനുഭവം കൂടെ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് അല്ലേ ചേട്ടാ? 2018 ഇത്തവണ അവസ്ഥയായിപ്പോയി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കടക്കകത്ത് നിലയില്ല. അതെ അതെ നിലയില്ല. കിട്ടിയിട്ടില്ല. എല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രമേ ഉള്ളായിരുന്നു. അതെ അതെ അതെ. ആ അതെ അതെ അതെ. ടേബിളിന് മുകളിൽ വെള്ളം കയറിയോ? ആണോ? എന്ന് വെച്ചാൽ കുറഞ്ഞ ഒരു 5. ആഹാ. എന്ന് വെച്ചാൽ 6 അടിയോളം കയറിയിട്ടുണ്ട്. ഓക്കെ. അയ്യപ്പാസ് ഫാഷൻ ജ്വല്ലറി. നമുക്ക് മറ്റെന്തെങ്കിലും നഷ്ടങ്ങളുണ്ടോ? നോക്കിയില്ല, നമ്മൾ തുറന്നതേ ഉള്ളൂ. എന്തൊക്കെ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റുന്നില്ല. ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ അതെ അതെ ഓണാക്കി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്തൊക്കെ പോയെന്നുള്ളത്. ഓക്കെ ഓക്കെ. ഇതാണ് റാന്നിയിലെ അവസ്ഥ. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 400-500ഓളം കടകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളുമൊക്കെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോ? ചേട്ടാ, എല്ലാം വെള്ളം ഒരുപാട് പൊങ്ങിയായിരുന്നല്ലേ? ഇതെവിടെയാണ്? മുട്ട വ്യാപാരം നടത്തുന്നൊരു കടയാണ് അവിടെ. എന്തായാലും ഹരിതകർമ്മ സേനയുടെ ആൾക്കാർ വന്നിട്ട് എന്തായാലും നമ്മുടെ ബസ് സ്റ്റാൻഡും പരിസരം ഒക്കെ നല്ല വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിരാവിലെ അവർ തുടങ്ങിയതാണ്. ഇത്രത്തോളം ഒരുപാട് ചെളിയും ചള്ളയാണ് ഇവിടെ കിടക്കുന്നത്, കണ്ടില്ലേ? വിളിച്ച് പറയുന്നത് ഇറ്റപ്പാറ വെള്ളമുണ്ടെന്ന്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരുന്ന സമയം അയച്ചുള്ള ഭാഗം എല്ലാം വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ വരാൻ പറ്റും. പിന്നെ ജണ്ടാക്കൽ ചെന്നിട്ട് ആ മല കയറി ഇങ്ങോട്ട് വരുന്ന സമയം ഇത്രയും വെള്ളമുണ്ട് എനിക്ക്. ഓഹോ, എന്നുവെച്ചാൽ അത്രയും വെള്ളമായി. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? എന്തായാലും MLA ഒക്കെ വന്ന് കണ്ടിട്ട് പോയല്ലോ? രാവിലെ വന്നിരുന്നു. ഓ, അത് ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെയായിട്ട് എന്തെങ്കിലും ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരിക്കും അല്ലേ? ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. എന്താണെന്നറിയാമോ? 2018 ഇത് മുങ്ങിയ വെള്ളം കിട്ടിയതാണ്. അതെ അതെ. അപ്പൊ എല്ലാ സാധനവും പോയി. അതിന്റെ നഷ്ടം ഇതുവരെ ഞങ്ങൾ നിരത്തിയിട്ടില്ല. എനിക്ക് അപ്പുറത്ത് ഒരു തുണിക്കട ഉണ്ടായിരുന്നു, അത് മൊത്തം പോയി. പിന്നെ അത് നടത്താനേ പറ്റിയില്ല. പിന്നെ ഈ തയ്യക്കടയും കൊണ്ടുവന്ന് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അടുത്ത് ഇതായില്ലേ? ഇനി ഇതിന്റെ നഷ്ടം നിരത്തിയെടുത്ത് വരുന്ന സമയം എത്ര കാലം ആവുമെന്നറിയാവോ? എന്താണെന്നറിയാവോ?
ഈ തയ്ക്കുന്നതിന്റെ ബാലൻസ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതെ, നമ്മുടെ വീട്ടിൽ ചെലവും കഴിഞ്ഞിട്ട് പിന്നെ കടമേറ്റ് ഇതിനകത്ത് ഒത്തിരി ചിട്ടികളും കാര്യങ്ങളും എല്ലാം കാണും. ഒരു കുടുംബം വരുന്ന സമയത്ത് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണത്തില്ല. അതെ അതെ. ഒടുവിൽ ഇതാ കിടക്കുന്ന ചട്ടിയും എന്നുവെച്ചാൽ 2018 എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. 10 പൈസ കിട്ടിയിട്ടില്ല. ഇത്തവണ അതുകൊണ്ടൊരു വിശ്വാസം ഇല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇല്ല, എൻ്റെ മനസ്സാക്ഷിക്ക് അത് കിട്ടാതിരിക്കുന്നതാണ് ആദ്യം. എന്താണെന്നറിയാമോ? അത് എന്നാ കിട്ടുന്ന അവർ പറയും ഇന്നടത്ത് കൊണ്ടുപോയി ഇത് കൊടുക്കുക പഞ്ചായത്തിൽ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ, ഇതെല്ലാം കൊടുത്തിട്ടും. ശരി, എന്തായാലും എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ ഭാഗത്തൊരു ശ്രമം കൂടെ ഉണ്ടാവണം. നമ്മളെ ശ്രമിച്ചില്ലെന്നൊന്നും വേണ്ടല്ലോ. നമ്മളിതിൻ്റെ പിന്നിൽ പോയിട്ടും അതും നഷ്ടമാണ് വരുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇവർ അങ്ങോട്ട് പോകാൻ പറയും, ഇങ്ങോട്ട് പോകാൻ പറയും, ഇതെല്ലാം കൊടുത്തിട്ട് ലാസ്റ്റിൽ എല്ലാം കിട്ടുമെന്ന് ചൊല്ലിയിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പോലും പിന്നെ ഇവരും എത്ര പേർക്ക് കൊടുക്കും? അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മനസ്സിലല്ലേ എത്ര പേർക്ക് കൊടുക്കും? ഈ റാന്നിയിലെ മൊത്തം ആൾക്കാരുടെ പോയില്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 500-600 കടകൾ ഇവിടെ. 500? ഇന്നലെ വൈകിട്ട് എൻ്റെ മൊബൈലിൽ വന്നായിരുന്നു. അത് മൊത്തം മേളിലിരുന്ന് ഫോട്ടോ പിടിച്ച് കാണിച്ചത്. ഇവർക്ക് എല്ലാവർക്കും പോയില്ലേ? ഇപ്പൊ 500 എന്ന് പറയുന്നത് ഈ സിറ്റി ഇതിനകത്തെ 500 മേളിലതാണ്. അപ്പൊ മാമുക്കിലെയോ അക്കരയോ പെരുമ്പിളയോ അപ്പൊ അങ്ങനെ വരുന്ന സമയം എല്ലാവർക്കും നഷ്ടമുണ്ട്. പക്ഷെ ഇത് ഗവൺമെന്റ് എല്ലാം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പിരിച്ചെടുത്ത് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് കൊടുക്കും നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പൊ കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ ചട്ടി. ഇനി നമ്മൾ പിന്നെയും ഇതിന്റെ ആ ചെരുപ്പ് കട കണ്ടോ? ചെരുപ്പ് കട കണ്ടോ? ഇന്നലെ വെള്ളത്തിനകത്തിരുന്ന ആ സാധനം എടുത്തതാണ്. അതുപോലെ ഈ മുട്ടക്കട എല്ലാവർക്കും ഇപ്പൊ വാരി കൊടുക്കുമായിരുന്നു. ഇതെല്ലാം ഓരോ ആൾ കൊടുക്കുക, എടുത്തോണ്ട് പൊക്കോളാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ റാന്നിയിലെ അവസ്ഥ. ആക്ച്വലി 2018 ഒരു അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം വേണ്ടി ചേട്ടനോട് ചോദിച്ചപ്പോൾ പറയുന്നത് നഷ്ടപരിഹാരം നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ തന്നെയല്ല, സർക്കാർ എത്ര പേർക്ക് കൊടുക്കുമെന്നുള്ള ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. എന്തായാലും നഷ്ടപരിഹാരം ഇവർക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത് ഒരു ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. അത്ര നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മൾ ഈ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ സമൂഹത്തിന് മുമ്പിലോട്ടേക്ക് ഇടുകയാണ്. അപ്പോൾ നിങ്ങളത് കഴിവതും ഷെയർ ചെയ്ത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് പമ്പാ നദിയാണ്, റാന്നി പമ്പാ നദി. റാന്നിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇന്നലെ ഇതിലും വളരെ ഭീകരമായി വളരെ രൗദ്രഭാവത്തോടു കൂടി ഒഴുകിയ ഒരു നദിയാണ്. ഇന്നൊരല്പം കുറവുണ്ട്. ഈ നദിക്കരയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടും അതുപോലെ ഭീതിയും ഉൾപ്പെടുന്ന രാത്രിയാണ് അവരുടെ കഴിഞ്ഞു പോയത്. ഭീതിയോടെ കഴിഞ്ഞ രാത്രികളാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റാന്നിയിലെ ഭാഗത്തുള്ളവർ. എന്തായാലും ഇന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നദിയിലെ വെള്ളത്തിന് വലിയ കുറവൊന്നുമില്ല എന്ന് നമുക്ക് പറയാനുള്ളൂ. ഇന്നലെ ഈ ഭാഗമൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഇങ്ങോട്ട് വരാനേ കഴിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോയുടെ ഒപ്പം ഇതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ.